അമേരിക്കയിലെ സൈനിക കേന്ദ്രത്തിൽ വെടിവെപ്പ്. ജോർജിയയിലെ ഫോർട്ട് സ്റ്റുവർട്ട് സൈനിക കേന്ദ്രത്തിലാണ് വെടിവെപ്പ് ഉണ്ടായത്. 5 US സൈനികർക്ക് വെടിയേറ്റു. അമേരിക്കയിൽ നിന്ന് ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ നൽകും. മധു കൊട്ടാരക്കര, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോഴും അവിടെ വെടിയൊച്ച കേൾക്കുന്നു എന്നൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആരാണ് അക്രമി? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? പ്രാദേശിക സമയം 11 മണിയോടുകൂടിയാണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. 5 സൈനികർക്കാണ് വെടിയേറ്റത്. ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചികിത്സയ്ക്കായിട്ട്. വിന്നാൾമി എന്ന് പറയുന്ന ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ജോർജിയയിലെ ഫോർട്ട് സ്റ്റുവർട്ട് മിലിറ്ററി ബേസിലാണ് ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമാണെന്നാണ് മിലിറ്ററിയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അക്രമി കീഴടക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസോ അല്ലെങ്കിൽ സൈന്യമോ പുറത്തുവിട്ടിട്ടില്ല. FBI എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണവുമായിട്ട് സഹകരിക്കണമെങ്കിൽ അവർ സഹകരിക്കാമെന്ന് സൈന്യത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ മിലിറ്ററി ലോക്ക്ഡൌണിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഒരു വലിയ സൈനിക കേന്ദ്രമാണ്. 21,000 ആക്റ്റീവ് സോൾജേഴ്സ് ഉള്ള ഒരു സൈനിക കേന്ദ്രമാണ്. അത് മാത്രമല്ല 19,000-ഓളം വിമുക്ത ഭടന്മാർ, ഏതാണ്ട് 3,200-ഓളം വീടുകളിൽ ഈ സൈനിക കേന്ദ്രത്തിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1,200-ഓളം കോൺട്രാക്ടർമാരും ഈ സൈനിക കേന്ദ്രത്തിലുണ്ട്. യെസ്, ഇപ്പോൾ വരുന്ന ഒരു വിവരം, പ്രസിഡന്റ് ട്രംപിനെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈറ്റ് ഹൗസ് ഇത് ഈ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നു എന്ന് വിവരം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നത്. അക്രമിയെ കീഴടക്കിയിട്ടുണ്ട്, പക്ഷേ ഇയാളുടെ മറ്റു വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല.